സമയം 8 മണിയായി. എല്ലാ പെരുന്നാളിനും വൈകുന്നേരം 4 മണിക്ക് ബിരിയാണി എത്തിക്കണ റംല ഇതുവരെ എത്തിയില്ല. ഇവിടെ എന്റെ ബിരിയാണി എവിടെ? അവരെങ്ങോട്ടെങ്കിലും പോയി കാണും. എനിക്കതിലെ തരിപ്പൂരാണ്. എവിടെയും പോയില്ല. താജുദ്ദീന്റെ കാർ അപ്പുറത്ത് കിടക്കണം. എങ്കിൽ പിന്നെ വീട്ടിൽ വിരുന്നുകാരി വന്ന് കാണും. ഞാൻ അപ്പുറത്തെ മതിയിൽ എത്തി നോക്കിയതല്ലേ. അവിടെ റംലാരെ മുജീബിന്റെ ചെരുപ്പ് പിന്നെ താജുദ്ദീന്റെ ഓട്ടോള്ള ചെരുപ്പ് മാത്രമേ ഉള്ളൂ. വിരുന്നാരൊന്നും ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ ഓണത്തിന് കൊടുത്ത സദ്യയിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു കാണും. എന്തോന്ന് പിഴവ്? നീ അല്ലേ സമയത്തിന് കൊണ്ടു കൊടുത്തത്? അതാണല്ലോ പിഴവ്. പോണ വഴിക്ക് അതിൽ അധികമായിരുന്ന ചക്കര വരട്ടിയും ചിപ്സും ഞാൻ എടുത്തങ്ങ് കഴിച്ചായിരുന്നു. എടാ മഹാഭാവി, നീ ബിരിയാണി മുടക്കിയാടാ. ബിരിയാണി ഒന്നും മുടങ്ങൂല. ചിലപ്പോ പപ്പടവും സലാഡും കിട്ടൂലായിരിക്കും. ഞാൻ ഒന്ന് താജുദ്ദീനെ വിളിച്ചു നോക്കട്ടെ. അയ്യേ നാണക്കേട്. മുജീബിനെ വിളിച്ചാൽ മതി. ഹലോ മുജീബെ മകളെ, ഈദ് പാർക്ക് മാമ. ബിരിയാണി നമ്മള് ബിരിയാണി ഒക്കെ കഴിച്ച് കഴിഞ്ഞുണ്ടാക്കിയ ബിരിയാണി സൂപ്പർ ആയിരുന്നു. അപ്പം ഇപ്രാവശ്യം എങ്ങനെയാണ്? ഇപ്രാവശ്യം ഞമ്മന്റെ ഉമ്മ ഉണ്ടാക്കിയ കിടക്കാച്ചി ബിരിയാണി തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾ വെക്കിയേ, നമ്മൾ ഒരു പ്ലേറ്റ് ബിരിയാണിയും കൂടെ കഴിക്കട്ടെ. കിട്ടുവോ? ഇനി ഒരു രക്ഷയില്ല. താജുദ്ദീന്റെ വീട്ടിലെ അടുക്കളയിലെ ഞാൻ ഇടിച്ചു കയറാൻ പോകും. അതെ, റംല ഉച്ചയ്ക്ക് ബിരിയാണി കൊണ്ടുവന്നായിരുന്നു. ഇപ്പോഴാണ് നീ പറയണ? മഹേഷോട് വന്നിട്ട് ഒത്തിരുന്ന് കഴിക്കാന്ന് വിചാരിച്ച്. മഹേഷിന്റെ ഉച്ചി ചിപ്സ് ശർക്കര എടുത്ത് കഴിച്ചേന്. ജലജ സലാഡ് ഉണ്ടാടി? ഉണ്ട്. എല്ലാം ഞാൻ തന്നെ. ബാ ബാ ബാ.